കളക്ഷൻ എത്ര ഉണ്ട്? അതെ റാണി, ബസ് വന്നത് കണ്ടില്ലേ? അതെ റാണി, സാറിന് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചേ. അത് വെച്ച് ഞാൻ നോക്കാം. ശരി. അല്ല സാറേ, നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? നിങ്ങൾക്ക് സ്പെഷ്യൽ വേണോ അല്ലെങ്കിൽ നോർമൽ വേണോ? നിങ്ങൾ എന്ത് തന്നാലും അത് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അപ്പോ സ്പെഷ്യൽ തന്നെ തന്നേക്ക്. ശരി, കൊണ്ടുവരാം. ഇതാ നിങ്ങളുടെ സ്പെഷ്യൽ ടീ. കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. പതുക്കെ പതുക്കെ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതി. കാരണം എന്റെ അടുത്ത് ചായ കുടിക്കാൻ വരുന്നവരൊക്കെ പെട്ടെന്ന് ചായ കുടിക്കും. അതെയോ? ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. ശരി, കുടിക്കേ. വാവ്, ചായ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്കിത് വലിയ ഇഷ്ടമായി. കാരണം ഞാൻ ഈ ചായക്കകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള പാലും സ്പെഷ്യൽ തേയിലയായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാ ഇത് ഇത്രയും ടേസ്റ്റി. നിങ്ങളുടെ ചായ കാണുമ്പോ തന്നെ മനസ്സിലായി. എനിക്ക് അങ്ങോട്ട് ബോധിച്ചു. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാ ഈ കടയുടെ മുന്നിൽ ഒരു ബസ് സ്റ്റോപ്പ് വെക്കാത്തത്? അങ്ങനെ ചെയ്യല്ലേ, എനിക്ക് നാണം വരുന്നു. എന്താ ഇതത്ര തെറ്റായിട്ടുള്ള കാര്യമാണോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇന്നു മുതൽ എന്റെ ഫേവറേറ്റും ബെസ്റ്റും എല്ലാം നിന്റെ ചായക്കടയാ. ഇവിടോട്ട് ഞാൻ ഒരു ദിവസം 3 പ്രാവശ്യം വരും. നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യ് കണ്ടക്ടർ, അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര കുറച്ച് കഠിനമായിരിക്കും. അതെയോ? ട്രാവല് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലല്ലേ അതിൽ കുറച്ച് ഫണ്ണ് കാണുള്ളൂ. ശരി, ഓക്കെ. എത്രയായി ഈ സ്പെഷ്യൽ ചായക്ക്? വെറും 50 രൂപയുള്ളൂ. എന്ത്, വെറും 50 രൂപയോ? ഹേയ്, നിന്റെ ഈ സ്പെഷ്യൽ ചായക്ക് ഞാനേ 100 രൂപ തരും. കൊള്ളാലോ, നിങ്ങൾക്ക് വളരെ വലിയ മനസ്സായിട്ടോ. കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓ, ഇവനെ ഞാനിന്ന്. കൊള്ളാം കേട്ടോ. എന്തൊക്കെയാ ഉള്ളത്? നിങ്ങളുടെ ഹോൺ. എടാ, നിക്ക് വരുവാ. അപ്പൊ ശരി, പിന്നെ കാണാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇതെന്താ ചായയോ വാട്ടോ ഉള്ളോ? സൂക്ഷിച്ച് സംസാരിക്കണം. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? എന്നെ പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് നേരെ ചായ ഉണ്ടാക്കാൻ പഠിക്കേ. കുടിക്കണേ കുടിച്ചോ, അല്ലെങ്കിൽ ഇവിടുന്ന് പൊക്കോ. നിന്റെ ഈ സംസാരം കേൾക്കാനുള്ള കട തുറന്നിരിക്കുന്നേ. എന്താ ചക്കായി പറയുന്നേ? കസ്റ്റമേഴ്സോട് ഇങ്ങനെ സംസാരിക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചേ? മതിയാക്ക്, നിർത്തടാ. അയ്യോ, മതി മതി, നിങ്ങളുടെ വഴക്കൊന്ന് നിർത്ത്. നിങ്ങൾക്ക് ഈ ചായ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാരമില്ല, ഞാൻ വേറെ ഇട്ട് തരാം. എനിക്ക് നിങ്ങളുടെ ചായ ഒന്നും വേണ്ട. ആദ്യം ഇവനെ മര്യാദയ്ക്ക് കസ്റ്റമറോട് സംസാരിക്കാൻ പഠിപ്പിക്ക്. കസ്റ്റമറിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല, കടയും തുറന്നു വെച്ചോണ്ടിരിക്കുന്നു. നിനക്ക് അത്രയ്ക്ക് വിവരമില്ലടാ. ഞാൻ എന്ത് ചെയ്തു? കസ്റ്റമറോടാണോ വഴക്കുണ്ടാക്കുന്നേ? നമ്മളിവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയല്ലേ വന്നത്. നീ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ കട എത്രയും പെട്ടെന്ന് അടക്കേണ്ടി വരും. നീ പറയുന്നതെല്ലാം ശരിയാവണമെന്നാണോ? അപ്പൊ ഞാനാ തെറ്റുകാരൻ. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ ദേഷ്യം നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ശരി, ഈ കട നീ തന്നെ നോക്കിക്കോ. പറയുന്നതൊന്നും അനുസരിക്കില്ല. അവൻ കാരണം ഒരു കസ്റ്റമറും കൂടി നഷ്ടമായി. ഇത്രയും സമയമല്ലോ, ഈ രഘു ഇത് എവിടെ പോയി കിടക്കുവാ? രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ വഴിക്ക് കാണാൻ പറ്റില്ല. കട അടയ്ക്കാനുള്ള സമയമായല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? എടാ
രഘു, നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? അത്രയ്ക്കും ദേഷ്യത്തോടെയല്ലേ ഇവിടുന്ന് പോയത്? ഞാൻ എന്ത് ചെയ്യാനാ, നീ ഞാൻ പറയുന്ന കേൾക്കാറില്ല. ശരി, ഓക്കെ, ഞാനാ നീ പറഞ്ഞത് അനുസരിക്കാതിരുന്നത്. കാരണം ഞാൻ നിന്നെ ലവ് ചെയ്യുന്നില്ലേ? ഓ, ഇപ്പോഴാണോ നിനക്ക് തോന്നിയേ? അതെ, ഞാൻ നിന്നെ എത്രത്തോളം ലവ് ചെയ്യുന്നുണ്ടെന്നറിയോ? പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ഇവിടെ വേറെ ചായക്കടയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല നാളെ ആ പെൺകുട്ടി എങ്ങോട്ട് പോകുന്നു. അതെയോ? അപ്പോ നീ ഒറ്റയ്ക്കാണോ ഈ കടയിലിരിക്കുന്നത്? അതെ, അതിരിക്കട്ടെ, ഇന്ന് നിങ്ങക്ക് എന്താ വേണ്ടത്? ചായയോ കോഫിയോ? ഇന്നെനിക്ക് കോഫി മതി. അതിരിക്കട്ടെ, ഇന്നെന്താ ഒരു കോഫി പ്രിയം? അത് ആക്ച്വലി ഞാൻ ഇന്ന് കുറച്ച് പാല് കുടിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാ നിങ്ങൾ ചോദിച്ച കോഫി. ഇത് നന്നായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. കോഫിയുടെ ടേസ്റ്റ് അടിപൊളി. അപ്പൊ ഈ കോഫി തന്നവരെങ്ങനെയായിരിക്കും? ഇത്ര ധൃതി എന്തിനാ കണ്ടക്ടർ സാർ? കുറച്ച് സ്പീഡ് കൂടുതലാ. ആക്ച്വലി റോഡിൽ ആരും ഇല്ലെങ്കിലേ ഞാൻ നല്ല ഫാസ്റ്റിൽ ഓടിക്കും. അങ്ങനെയാണോ? ശരി, കോഫിക്ക് എത്രയായി അത് പറ. നിങ്ങൾ ഇതിന് എത്ര തന്നാലും സാരമില്ല. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ചായ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ആ ചായക്കാൾ ഈ ചായ ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഇവിടെ കസ്റ്റമർക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതാണ് സെർവ് ചെയ്യുന്നത്. അതെയോ? അപ്പൊ എനിക്ക് എന്താണോ ഇഷ്ടം അതെനിക്ക് നീ തരുമോ? അതിന് നിങ്ങളെ ആരാ തടഞ്ഞത്? രഘു വന്നെന്നാ തോന്നുന്നു. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കട്ടിലിന്റെ ഇടയിൽ കയറിയിരിക്കേ. പക്ഷേ ഈ കട്ടില് ഇവിടെ പെട്ടെന്ന് ഇത് ഒന്ന് നൂത്ത് വെക്കേ. ഇതിലൊന്ന് പിടിക്കേ. ശരി ശരി, വേഗം ഇട് വേഗം ഇട്. നോക്ക്, ഒരു ശബ്ദം ഉണ്ടാക്കാതെ മര്യാദക്ക് ഇവിടെ നിന്നോണം. ഒരു ചാൻസ് കിട്ടുമ്പോ ആ പുറകിലത്തെ വാതിൽ വഴി നിങ്ങൾക്ക് രക്ഷപ്പെടാം. ശരി ശരി, നീ പോ.
അല്ല രഘു നീയായിരുന്നോ? ചായ ഉണ്ടോ? ആ ഇപ്പൊ എടുക്കാലോ. നീ അവിടെ ഇരിക്കേ. നല്ല ചൂടോടെ എടുത്തോ. ആ പിന്നെ റാണി, ആ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കസ്റ്റമർ ഇപ്പൊ ഇവിടേക്ക് വരില്ലേ? എനിക്കറിയില്ല. നീ അജന്ത കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ ഗ്രാമത്തിലുള്ള പെൺകുട്ടികളെ പോലെയാ നീയുള്ളത്. നിഷ്കളങ്കമായിട്ട് സുന്ദരിയുമാണ്, വളരെ നന്നായിട്ടുണ്ട്. നീ ഇന്നെ ഇങ്ങനെ പോഴ്ത്തിക്കൊണ്ടിരിക്കാൻ പോവുകയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവാണോ? ഏയ്, അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പല പദ്ധതികളുണ്ട്. പക്ഷെ നിന്നെ മാത്രം എപ്പോഴും കാണാൻ പറ്റുന്നില്ല. അല്ല എന്താ ഇത്? നിനക്കറിയാലോ എന്റെ ലവറിനെ പറ്റി. നീ ഓക്കെ പറഞ്ഞ നമുക്ക് എവിടേക്കെങ്കിലും പോയി ജീവിക്കാം, നീയും ഞാനും മാത്രം. പിന്നെ കേട്ടോളൂ, രാത്രി നമുക്ക് ഉറങ്ങുകയേ വേണ്ട. സത്യാണോ? ദാ നോക്ക്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറായിരിക്കുക. ആരെങ്കിലും കൊല്ലാനും ഞാൻ തയ്യാറാ. നീ എന്നോട് ഒരു കാര്യം മാത്രം പറ, എന്റെ കൂടെ നീ വരൂ. എന്നാ ശരി, അപ്പൊ നാളെ തന്നെ ഓടി പോയാലോ? സത്യമാണോ? പ്രോമിസ്? വളരെ നന്ദി. ഇനി വാ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇത് കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ചെയ്യുന്നേ? കസ്റ്റമേഴ്സിനൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളല്ലേ ഇഷ്ടം. അത് കൊള്ളാലോ. ഞാനും നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത്. അത് ശരി. അവസാനം 3 മാസമായിട്ട് ആ ബസ്സിൽ ഒരേ ഒരു കണ്ടക്ടർ ഇവിടെ നിന്ന് മാത്രം ചായ കുടിക്കൂ. ചില സമയത്ത് പകല്, ചിലപ്പോ രാത്രി. അവനിവിടെ ചായ കുടിക്കാൻ തന്നെയാണോ വരുന്നോ അതോ ഇതൊരു ഹൈവേ അല്ലേ, ആൾക്കാർ ഇതുവഴി വരും പോകും. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വലിയ തെറ്റാ. ഇത് തെറ്റല്ല, ഇത് എന്റെ ശീലവാ. നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നേ. അത് വിട്ടേക്ക്. ശരി, ഇതാണ് അവസാനത്തെ പ്രാവശ്യം. ഇത് ഞാൻ സെറ്റിൽ ചെയ്തേക്കാം. എന്റെ അവസാനത്തെ ആട്ടവും ഇന്നത്തോടെ നിർത്തിക്കോളാം. ആഹാ, എന്താ കാര്യം? ഒരു ചായക്കടക്കാരി ബസ് സ്റ്റോപ്പ് അന്വേഷിച്ചു വന്നിരിക്കുന്നു. എന്ത് ചെയ്യാനാ കണ്ടക്ടർ സാർ? ഈ പാസഞ്ചർ എങ്ങോട്ടാണ് പോകുന്നത് അവിടേക്കല്ലേ വരാൻ പറ്റൂ. അതെയോ? ഒരുപക്ഷെ ആ കണ്ടക്ടർ റൂട്ട് മാറ്റിയാലോ? റൂട്ട് ചേഞ്ച് ചെയ്യുന്നത് വളരെ തെറ്റാണ് കേട്ടോ. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും രണ്ടും നല്ലത് തന്നെയാ. നിനക്ക് സന്തോഷിക്കാൻ മാത്രമേ അറിയോ, സന്തോഷിപ്പിക്കാൻ അറിയോ? ഏയ്, എനിക്ക് തരാനൊക്കെ അറിയാം. എന്താ, നിനക്ക് തന്നിട്ടില്ലേ? പറ, നിനക്ക് എത്രയാ ആവശ്യം? അത്രയും പണം ഞാൻ തരാൻ തയ്യാറാണ്. മതി മതി, എനിക്കൊരു കാര്യം അറിയണം. ഒരു തെറ്റ് മതി.
മനുഷ്യനെ ചിലപ്പോൾ തകർത്തേക്കാം. അത് ഓർമ്മ വേണം. അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിന്നെ വിട്ടു പോകില്ല. ആ ഒരു കാര്യം ജീവിതത്തിൽ പിന്തുടരും. നിനക്ക് ചൂട് ചായയാണോ വേണ്ടത്, ചായ ഇടുന്നവരെയാണോ വേണ്ടേ? ശരി, ഓക്കെ. ഒരു ചായ തണുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനത് കുടിക്കത്തില്ല. പക്ഷെ ആ ചായ ഇട്ട് തന്നവരുടെ ടേസ്റ്റ് ഒരിക്കലും ഞാൻ മറക്കില്ല. സോ നീ എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്റെ ഓർമ്മയിലുണ്ട്. എല്ലാം റെഡിയാണ്. നീ എപ്പോ എന്റെ കൂടെ വരുന്നെന്ന് പറ, അത് മാത്രം മതി. ശരി, ഞാനൊരു കാര്യം പറയട്ടെ. ചില തീരുമാനങ്ങൾ എടുക്കുന്നത് റിസ്കാ. ഹേയ്, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. നീ എന്താണെന്ന് വെച്ചാ പറ, എന്താ കാര്യം? അത് ഇന്നത്തെ ബില്ല് ഇച്ചിരി കൂടുതലായിരിക്കും. അതിന് സമ്മതമാണല്ലോ. ഞാൻ എപ്പോഴോ റെഡിയാണ്. എത്ര വിലമതിപ്പില്ലാത്തതാണെങ്കിലും തീർച്ചയായിട്ടും ഞാനത് നേടും. അതിനോടൊപ്പം നിന്റെ മനസ്സ് ഞാൻ കീഴടക്കും. അതിനും ചേർത്ത് എത്രയാണെന്ന് പറ. അപ്പോ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? സ്റ്റാർട്ട് ചെയ്യാലോ. ഇവിടെ വെച്ചോ? അതെ, ഇവിടെ തന്നെ. ശരി ശരി, പറയുന്നത് കേക്ക്. ഇവിടെ വേണ്ട, നമുക്ക് അങ്ങോട്ട് പോയാലോ? എവിടെ പോകാനാ? അവിടെ. ശരി, ഓക്കെ, നമുക്ക് വേഗം പോവാം. നീ എന്നെ കുറെ വെയിറ്റ് ചെയ്യിപ്പിക്കുക. എന്തു പറ്റി? എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നീ എന്തിനാ വിരലിഞ്ഞൊടിക്കുന്നേ? നിനക്ക് ആ കണ്ടക്ടർ ഇഷ്ടപ്പെട്ടു അല്ലേ? ഇവിടെ വരുന്നവർക്കെല്ലാം എന്നെ ഇഷ്ടമാണ്. അപ്പൊ നിനക്ക്? ഞാൻ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും നല്ല ചായയല്ലേ ഇട്ട് കൊടുക്കുന്നേ. പിന്നെ അവരെയൊന്നും ഇഷ്ടപ്പെടാൻ എനിക്കൊരു കാരണവുമില്ല. ഒരാളെ അങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്താ? ഒത്തിരി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴെ വീഴും. ശരി, ഓക്കെ, നീ വിഷമിക്കണ്ട. ഞാനില്ലേ ഇവിടെ. ഞാൻ നിനക്ക് മാത്രമുള്ളതാ. നിനക്ക് മാത്രം, എപ്പോഴും നിനക്ക് മാത്രം. എന്നെ വിശ്വസിക്കേ. അപ്പൊ പിന്നെ എന്തിനാ നീ എന്നെ എപ്പോഴും നീ ടച്ച് ചെയ്യുന്നേ? തീർച്ചയായും. ശരി, ഇപ്പൊ നീ എത്രയും പെട്ടെന്ന് ലൊക്കേഷനിലേക്ക് പോ. അത് അവിടെ തന്നെയുണ്ട്. ഇവിടെ ഞാൻ നോക്കിക്കോളാം. അടിപൊളി. കണ്ടക്ടർ സാറേ. രഘു, എന്താ നിങ്ങളുടെ ബസ് പെട്ടെന്ന് ഇവിടെ ഏയ് നിന്ന് പോയത്? രഘു, അതൊന്നുമല്ല. എന്റെ ഒരു സാധനം കളഞ്ഞുപോയി. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവർ ഇവിടോട്ട് വന്നത്. നീ നഷ്ടപ്പെടുത്തിയ എന്താണെന്നറിയോ? എന്റെ വൈഫിന്റെ മാനം. എന്താ? അനാവശ്യമായിട്ട് സംസാരിക്കരുത്. നിന്റെ ലിമിറ്റ് നീ ക്രോസ് ചെയ്തിരിക്കുക. എന്റെ ചായക്കടയിൽ നീ ഒരു ബസ് സ്റ്റോപ്പാക്കി മാറ്റിയപ്പോഴേ അത് കഴിഞ്ഞിരിക്കുന്നു. നീ എന്തെല്ലാം കുടിക്കുന്നു, കുടിക്കുമ്പോ നീ എന്തെല്ലാം ആലോചിക്കുന്നു, എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാനെന്താ മണ്ടനാണോ? ഇവൻ എന്താ ഈ പറയുന്നത്? എന്തൊക്കെയാ പറയുന്നെന്ന്? അതെ, അദ്ദേഹത്തിനെല്ലാം അറിയാം. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവിന് എല്ലാം അറിയാമോ? എല്ലാം തന്നെ. നീ എപ്പോ അകത്ത് വരും, എപ്പോ പുറത്തു പോകുന്നൊക്കെ, എന്ത് വാങ്ങൂന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നീ എന്തുകൊണ്ട് എന്നെ തടഞ്ഞു നിർത്തിയില്ല? നിന്നെ പോലുള്ളവന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? നിനക്കൊരു കാര്യം അറിയാം. നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് ചായ ഇട്ട് തരുന്നത് വലിയ കാര്യമാ. എന്നിട്ട് അത് ഫ്രീ ആയിട്ട് വേണോ അല്ലേ? ഒന്ന് അടുത്ത് ഇടപഴകി കഴിഞ്ഞാ പിന്നെ നിനക്ക് അങ്ങ് സ്വന്തം ആവോ? സത്യമാണോ? വാവ്. നീ പാവിരിച്ചിട്ടാ അവിടേക്ക് എല്ലാവരും വരും. സത്യം പറഞ്ഞ ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. നീയാണ് എന്നെ നിർബന്ധിച്ചത്. നിന്നെ ആരാ നീയാണ് എന്നെ വിളിച്ചത്? വിളിച്ചത്. നിന്നെ പോലെ ഒരുത്തിയെ കിട്ടിയ ആരാണെങ്കിലും യൂസ് ചെയ്യും. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിരുന്നാലും അത് എന്റെ തെറ്റ് തന്നെയാ. അതെ, ഇതെല്ലാം നിന്റെ തെറ്റല്ലേ? പിന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് കണ്ടക്ടർ സാറേ. നിന്റെ സ്റ്റോപ്പിന് ഇവിടെയാടാ. ഏയ്, നീ ചത്തടാ. എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചി ഒരു ചായ. ദാ ഇപ്പൊ തരാവേ. കേട്ടോ രവിചേട്ടാ, ചതുപ്പിന്ന് ഒരു ശവം കിട്ടിയെന്ന്. ഏതോ ബസ് കണ്ടക്ടർ ആണെന്നാ പറയുന്നത്. ആരോ പറയുന്നത് കേട്ട്.
പോലീസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തില് 2-3 തവണയായി. നിങ്ങളെല്ലാവരും ഒന്ന് സൂക്ഷിക്ക്.